ഏകദേശം എത്ര ഓടിണ്ടാവും നമ്മള്? നമ്മളിപ്പോ ഒരു 7-8 കിലോമീറ്റർ ഒക്കെ നമ്മളിപ്പോ ഓടിച്ചുള്ളൂ കേട്ടോ. ഇനി ഒരു വലിയൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ അറിയില്ലേ, വലിയൊരു കാറ്റാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തന്നെ 6 മണി 6:15 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നൊരു സൈക്കിൾ റൈഡാണ്. അപ്പോൾ നമ്മളെ കൂടെ കാശ്മീർക്ക് പോയ ഒരു വ്യക്തി ഉണ്ട് കേട്ടോ, ആത്തിമാണ്. ആത്തിമൊരു ആയി കൊടുക്കും. അപ്പോൾ ഇന്ന് ആത്തിമിൻ്റെ കൂടെയാണ് രാവിലെ തന്നെ ഒരു സൈക്കിൾ റൈഡാണ്. അപ്പോൾ എത്രത്തോളം ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്ന് പോയാൽ കേട്ടോ. ഈ പോണ ആളെ കണ്ടങ്ങൾ, ഇതാണ് നമ്മുടെ അരീക്കോട് മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ പോയ വ്യക്തിയാണ് കേട്ടോ. നമ്മുടെ അരീക്കോട് സ്വദേശി തന്നെയാണ്, ആത്തിമാണ്. അപ്പോൾ അവൻ്റെ ഈ കാണുന്ന ഈ സൈക്കിളിലാണ് ഇവൻ പോയത് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഫുള്ള് മാസ്കും സെറ്റാക്കി കേട്ടോ നമ്മൾ പോണത്. നമ്മൾ ഫുൾ സെറ്റിലാണ് പോണത്. മാസ്കും അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് നമ്മളെവിടെ ഇറങ്ങുന്നില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് എല്ലാ പ്രിക്കോഷൻസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാലോ. ഇതൊരു ഭയങ്കര ത്രില്ലിങ് പരിപാടിയാണ് കേട്ടോ. ഈ ക്ഷീണമല്ലെങ്കിൽ ഭയങ്കര രസമാണ്. രാവിലെ തന്നെ ഈ സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫുട്ബോളോ അല്ലെങ്കിൽ വേറൊരു പ്രാക്ടീസ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ സൈക്കിൾ ഓടിക്കേണ്ടത് ഭയങ്കര നല്ലൊരു പ്രാക്ടീസാണ് കേട്ടോ. ആദ്യമേ ഫുള്ള് സെറ്റാണ്. ഹെൽമെറ്റ്, എല്ലാ ഒരു റൈഡിങ് എല്ലാ ആക്സസറീസും ഉണ്ട് അവൻ്റെ അടുത്ത്. അവന് റൈഡിനായിട്ട് ജനിച്ച ആളാണ്. പക്ഷെ നമ്മളങ്ങനെ അല്ലല്ലോ. നമ്മളെന്താണ് ഇന്ന് ഓടിച്ചാൽ പിന്നെ നാളെ ഓടിക്കും അറിയില്ല. കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. നോക്കൂ, മുകളിലേക്ക് നോക്കൂ, ചെറിയ മഴ വരുന്നുണ്ടോ എന്നൊരു തോന്നല്. എന്തായാലും ഓടിച്ചു നോക്കാം. എത്ര പോണേ അത്രയും പോവും. അവനക്ക് എത്രയും പോകട്ടോ, കാരണം അവന് കാശ്മീർ വരെ ഓടിച്ചല്ലോ. നമ്മളങ്ങനല്ലല്ലോ. ഇപ്പോൾ നമ്മൾ കുറ്റൂളി അങ്ങാടിയാണ് കേട്ടോ. കുറ്റൂളി അങ്ങാടിയാണ്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവാണ്. അപ്പോൾ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് നമ്മൾ ഇനി കുനിയിലോട്ടുള്ള റോഡിലോട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല റോഡാണ്. അപ്പോൾ ഗൈസ്, മെയിനായിട്ട് ഇത് വാങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് മോർണിംഗ് റൈഡിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഇത് ശരിക്കും ഇത് നല്ലൊരു എൻജോയ്മെൻ്റൊക്കെയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ഉള്ളൊരു കാര്യമാണിത്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റാമിന ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പോകാം കേട്ടോ. പിന്നെ ഒറ്റക്ക് പോകുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്. നമ്മളെ കൂടെ ആരെങ്കിലുമൊക്കെ മിണ്ടി എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സമയം പോയി നമുക്കൊരു ക്ഷീണമില്ലാതെ അങ്ങനെ പോകും. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണം കേട്ടോ, ശരിക്കും നമ്മൾ ഹിമാലയം അല്ലെങ്കിൽ മണാലിയ അവിടെ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ തന്നെ കണ്ടാൽ മതി. അത് തന്നെ അതിലേറെ മനോഹരമാണ്. അത് നമ്മുടെ ശരിക്കും നമ്മുടെ കണ്ണ് തുറന്നൊന്ന് കണ്ടാൽ മതി. നമുക്ക് ചുറ്റുമുള്ള എല്ലാം നമുക്ക് മനോഹരമായിരിക്കും. നമ്മളെ നാട്ടിലെ കാഴ്ചകൾ
അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ നാട്ടിലത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമുക്ക് 2 ചെക്കന്മാരെ നമ്മൾ കണ്ടു കേട്ടോ. അവര് മഞ്ചേരിക്കാണ് പോകുന്നത്. അവരിവിടെ അല്ല, കുനിയിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ ഈ സൈക്കിൾ കൂട്ടായ്മയിലൊക്കെ ഉള്ള ആൾക്കാരാണ്, കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്യാൻ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അത് നല്ല ത്രില്ലിംഗ് ആയിരിക്കും, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അരീക്കോട് കൂട്ടായ്മ, സൈക്കിൾ കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു 10, 12, 14 മെമ്പേഴ്സ് ആയിന്. അപ്പോൾ ഇൻഷാ അള്ളാ ഞങ്ങൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈകാതെ നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഫയർഫോഴ്സ് ഓഫീസർ ഗഫൂർ സാറാണത്. അപ്പോൾ മൂപ്പര് നമ്മൾ കണ്ടുമുട്ടി യാത്രക്കിടയിൽ. മൂപ്പര നാടും അത് തന്നെയാണ്, കുനിയാണ്. അപ്പോൾ കുനി അരീക്കോട് ബന്ധിപ്പിക്കുന്ന പാലം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇവിടെ രാവിലെ ജോഗിങ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഒന്നാമത് എനിക്ക് തോന്നുന്നത് ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് നമ്മളെല്ലാവരും ഫുഡൊക്കെ നല്ലോണം അടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് മൂലമാണ് ഇങ്ങനെ ആൾക്കാർ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. പല ടൈപ്പ് ആളുകളാണ്, കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് രാവിലെ ഇറങ്ങുമ്പോഴേ നമുക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ. ഇന്നെന്താ അറിയില്ല, ഇന്ന് നല്ല കാർമേഘമൊക്കെ മൂടി നിൽക്കുകയാണ്. അവിടെ ഒരാളിതാ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ, ട്യൂബൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ, നോക്കൂ നിങ്ങൾ, അടിപൊളിയില്ലേ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നമ്മൾ വെറുതെ ഒന്ന് ഇവിടെ നിന്നിട്ട് നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാണ്. നല്ല സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതേ, സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് ചാടുകയാണ്. ഈ കാണുന്നതാണ് ഗെയിൽ പദ്ധതിയുടെ അവരുടെ ഓഫീസാണ് കേട്ടോ. എൻ്റെ ഓഫീസ് നമ്മുടെ ആലുക്കലാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. പണിയൊക്കെ കഴിഞ്ഞു. ഇനിയൊരു വലിയൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, അറിയില്ലേ, വലിയൊരു കയറ്റാണ്. ആ കയറ്റം എന്താവും അറിയില്ല. ഞാനേ ആ കയറ്റം കയറുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വലിയ കയറ്റാണ്, ഈ വലിയ കയറ്റാട്ടോ. ഈ കയറ്റം കയറാൻ കഴിഞ്ഞില്ലേ ഞാൻ ഇറങ്ങി നിന്നു കേട്ടോ. ഇജേ എൻ്റെ ഒപ്പം നിൽക്കണം, എനിക്ക് ഈസിയായി കയറും. ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇതാണ് കയറ്റം, കുത്തനെ കയറ്റമല്ല കേട്ടോ, ഇതിങ്ങനെ കുറച്ച് നീണ്ടു കിടക്കുന്ന കയറ്റാണ്. അപ്പോൾ സൈക്കിൾ ചവിട്ടാനും കുറച്ച് പണിയായിരിക്കും. ഇല്ല, അത് ഫുള്ള് കയറ്റൂല, നമ്മൾ ഇറങ്ങി ഉന്തേണ്ടി വരും. ഏതായാലും ഞാൻ വീഡിയോ ഓഫ് ആക്കുന്നില്ല, ഞാൻ ഇറങ്ങണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങി, സൈക്കിളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി. എന്താണ് ഓനെന്താ ബാക്കിലതാ സുന്ദരമായിട്ട് കയറ്റുണ്ട്. ഓതാട്ടെ കൂളായിട്ട് ഓടിച്ച് പോണ, നമ്മളെ കൊണ്ടാവൂല. അത് കാശ്മീർ വരെ ഓടിച്ച ആളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കാശ്മീർ വരെ പോയതിൻ്റെ ഇപ്പോൾ നമ്മൾ പോയിട്ട് ബുദ്ധിമുട്ടായിട്ടോ. നമ്മളിപ്പോൾ ഉന്തേണ്ട അവസ്ഥയായി. ഓനതാ നേരെ ഓടിച്ച് പോകുന്നുണ്ട്. എന്തായാലും ഭയങ്കര രസമാണ് കേട്ടോ.
അപ്പോൾ അത് നമുക്ക് ഈ സൈക്കിൾ ഈ കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് സൈക്കിൾ എടുത്തിട്ട് ഓടിക്കാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വരും, നമ്മൾ വൈകാതെ തന്നെ കയറ്റൊക്കെ സിമ്പിളാക്കി നമ്മൾ കയറ്റും. ഈ സൈക്കിൾ ഓടിക്കുന്നതിന് ഭയങ്കര ട്രിക്ക് വേണം. കയറ്റുന്നതിനൊക്കെ ഒരു ട്രിക്കുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ വരും വീഡിയോയിലൊക്കെ ഞാൻ തന്നെ കയറ്റുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ ഓടി വന്നിട്ട് സൈക്കിളെടുത്ത് നാളെ തന്നെ റൈഡിന് പോകണമെന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല കേട്ടോ. അതാദ്യം നമ്മൾ കുറച്ച് ഓടിച്ച് കുറച്ച് പരിശീലിച്ച് അതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഞാൻ ആ കയറ്റം പാതിവായി നിന്ന് ബാക്കി അത് ഉന്തി വന്നത്. അപ്പോൾ ആ ഒരു വലിയ കയറ്റം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെറിയൊരു കയറ്റാണ് കേട്ടോ. ഇത് ഞാൻ കയറ്റും. ഇത് വളരെ ഈസി ആയിട്ട് ഞാൻ കയറ്റും. കയറ്റം തന്നെയാണ്. അപ്പോൾ ഇത് കയറ്റി കഴിഞ്ഞില്ലേ നിങ്ങൾക്ക് തോന്നൂലേ ഇവനൊന്നിനും പറ്റില്ലാന്നേ. അതുകൊണ്ട് ഞാൻ തന്നെ ഈ കയറ്റം കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ട്രൈ ചെയ്താൽ മതി. ഫുൾ ട്രൈ ചെയ്യാം. അതായത് ഇന്ന് ഓടിച്ച് കഴിഞ്ഞാൽ നാളെ റെസ്റ്റ് എടുക്കരുത്. അപ്പോൾ നാളെ ഓടിക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് സാധിക്കുള്ളൂ. എന്തായാലും ഒന്ന് നല്ല കാലാവസ്ഥ കേട്ടോ. നമ്മളെ സൈക്കിൾ റൈഡിങ്ങിനൊക്കെ പറ്റിയ കാലാവസ്ഥയാണെന്ന്. ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഞാനതിന് മുമ്പ് ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിച്ചിരുന്നു. ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ്. ഇതാകുമ്പോൾ നമ്മളെ കൂടെ ഒരാൾ വർത്തമാനം പറയണൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഒരാൾ കൂടെ വേണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിണ്ടി പറഞ്ഞൊക്കെ അങ്ങനെ പോകാം. അപ്പോൾ ടൈം പോകണ അറിയില്ല, നമുക്കൊരു ബോറിംഗ് ഉണ്ടാവില്ല. ഇത് ഞാൻ രാവിലെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറം അവിടെ കുറേ ബൈക്കൊക്കെ. ഏയ് ഇത് സൈക്കിൾ റൈഡൊക്കെ ചേച്ചി. വൈകുന്നേരം കളി. ഓക്കെ, ഇത് MA കോളേജിൻ്റെ ഇറക്കാണ് കേട്ടോ. ഇസ്ലാം സയൻസ് കോളേജ് കഴിഞ്ഞിട്ടുള്ള ഇറക്കാണ്. ഇതൊരു 1.5 ഇറക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇറക്കം കാണുമ്പോൾ നമുക്കൊരു സുഖമുള്ളൂ കേട്ടോ. അല്ല, കുറേ കയറ്റം കയറി കഴിഞ്ഞാൽ ഏതൊരു കയറ്റത്തിന് അപ്പുറം എന്തുണ്ട്, ഒരു ഇറക്കമുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 2 കയറ്റം, ഒരു വലിയ കയറ്റം അതുപോലെ തന്നെ ചെറിയ കയറ്റം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ വലിയൊരു ഇറക്കമാണ് കേട്ടത്. വാവ്, ഭയങ്കര സുഖം. പിന്നെ കാണുന്നത് നല്ല സുഖം, നല്ല ഫീലിംഗ് ആണ് ഈ ഒരു ഇറക്കം. ഇപ്പോഴും നേരം ആണ്ട് വെളുത്തിട്ടില്ല കേട്ടോ. സമയം വെളുത്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. സമയം 7:30. നമ്മൾ ഭയങ്കര സ്പീഡിലോട്ട് ഇറക്കണത്. ബ്രേക്കൊന്നും പിടിക്കില്ല, നല്ല സ്പീഡിലാണ് പോണേ. അപ്പോൾ നമ്മൾ 6:20 സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. ഇപ്പോൾ 7:15 അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുനിയിലാണ് കേട്ടോ. കുനിയിൽ പാലത്തിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഏകദേശം എത്ര ഓടി ഉണ്ടാവും നമ്മൾ?
കിലോമീറ്റർ ഓടി. നമ്മളിപ്പോൾ ഒരു 7-8 കിലോമീറ്ററൊക്കെ നമ്മളിപ്പോൾ ഓടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇവന് ആത്തിം അല്ലേ, ആത്തിം പറയേണ്ട ആവശ്യമില്ല, എൻ്റെ അയൽവാസി തന്നെയാണ്. ആത്തിം കാശ്മീർ വരെ സൈക്കിളിൽ യാത്ര ചെയ്ത ആളാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു അത്രയും നമ്മൾ ഓടിച്ചാൽ ആവില്ല, എന്നാലും നമ്മൾ കുറച്ച് ഓടിച്ചു കേട്ടോ. ഒരു 7 കിലോമീറ്ററോളം നമ്മൾ ഇന്ന് സൈക്കിൾ ചവിട്ടിയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ കുനിയിലാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇനി ഒരുപാട് ദൂര യാത്ര. ഇപ്പോൾ നമ്മളിന്ന് 7 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ലോങ്ങൊക്കെ പോലെ ലോങ് പറഞ്ഞാൽ എവിടെയാണ്? എടവണ്ണ, നിലമ്പൂർ, താമരശ്ശേരി, വയനാടൊക്കെ ഇൻഷാല്ലാ നമ്മൾ പോകും. അപ്പോൾ നമ്മളിവിടെ അരീക്കോട് ഒരു സൈക്കിൾ കൂട്ടായ്മ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7-8 എത്ര മെമ്പേഴ്സ് ഉണ്ട്? 10 ആളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ച് കണ്ടുവെത്തി നമ്മൾ ഒരു യാത്ര നമ്മൾ അരീക്കോട് നിന്ന് വൈകാതെ തന്നെ നമ്മളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും ഇതേപോലെയുള്ള സൈക്കിളും അതുപോലെ തന്നെ ഫുഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.